ഏലം പുനഃകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടത്തിയിട്ടുള്ളത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുമതിയില്ല. കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടി ഒതുക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു. ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുൻപാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. M. ബൊമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിത്. വലിയ ആളുകൾ, വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും CHR മേഖലയിൽ നിന്നും 100 കണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത്. ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു മരം മുറിക്കുകയാണ്, അല്ലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്നു വരിക. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് പോലും നടന്ന ഒരു വിഷയം, വൻ രീതിയിലുള്ള വനം കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു, പൊതുസമൂഹം ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ, അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുക. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു, ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ കർശനമായ രീതിയിലുള്ള നടപടികൾ ഇവരുടെ മേൽ ഉണ്ടാകണം എന്നാണ് പറയുവാനുള്ളത്. ആഞ്ഞിലി, മരുത്, ഞാവൽ, പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.